നമസ്കാരം. അമീർ സംവിധാനം ചെയ്ത് 2002 റിലീസ് ചെയ്ത മൗനം പേസിയത് എന്ന സിനിമയിലൂടെ നായികയായി സിനിമാ രംഗത്തേക്ക് എത്തിയ തൃഷയ്ക്ക് ഇന്ന് തെന്നിന്ത്യയിൽ നിറയെ ആരാധകരാണ്. സോഷ്യൽ മീഡിയയിൽ നടിയുടെ വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. ഇപ്പോഴത്തെ ക്രിസ്മസ് ദിനത്തിൽ തനിക്കും കുടുംബത്തിനുമുണ്ടായ തീരനഷ്ടത്തെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വാക്കുകളാണ് വൈറലാകുന്നത്. സ്വന്തം മകനെ പോലെ താലോലിച്ച് വളർത്തിയ നായക്കുട്ടി സോറയുടെ വിയോഗ വാർത്തയെക്കുറിച്ചാണ് താരം പറഞ്ഞത്. തൃഷയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഈ ക്രിസ്മസ് പുലരിയിൽ എന്റെ മകൻ സോറോ മരണപ്പെട്ടു. എന്നെ നന്നായി അറിയുന്നവർക്കറിയാം അവൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന്. അവനില്ലാത്ത ജീവിതം എനിക്ക് അത്രമേൽ കഠിനമാണ്. ഞാനും എന്റെ കുടുംബവും അവന്റെ വിയോഗത്തിന്റെ ദുഃഖത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. ഇക്കാരണത്താൽ ജോലിയിൽ നിന്നും കുറച്ചു ദിവസത്തെ ഇടവേളയെടുക്കുകയാണ് ഞാൻ എന്നാണ് തൃഷ കുറിച്ചത്. 2012 സോറോയെ തൃഷയ്ക്ക് ലഭിക്കുന്നത്. അന്നു മുതൽ സോറോയ്ക്കൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നുവെന്നാണ് തൃഷ പറയുന്നത്. സോറോയുടെ ചിത്രങ്ങളും താരം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. സോറോയുടെ കുഴിമാടത്തിന്റെ ചിത്രങ്ങളും തൃഷ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളർത്തുമൃഗം എന്നതിനപ്പുറം സ്വന്തം മകനെ പോലെയായിരുന്നു സോറോ തൃഷയ്ക്ക്. വീട്ടിൽ സോറോയ്ക്കൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ തൃഷ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. കരിയറിൽ ഒരു ഘട്ടത്തിലുണ്ടായ വീഴ്ച, നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് തുടങ്ങിയ വിഷമങ്ങൾ തൃഷ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അന്നെല്ലാം സോറോ തൃഷയ്ക്കൊപ്പമുണ്ട്. ഇന്ന് കരിയറിലെ സുവർണ കാലഘട്ടത്തിലൂടെ തൃഷ കടന്നു പോകുമ്പോഴും സോറോ ഒപ്പമുണ്ടായിരുന്നു. അതേസമയം ഈ വിഷമഘട്ടത്തിലും തൃഷയെ പരിഹസിക്കുന്നവരുണ്ട്. കമന്റ് ബോക്സിൽ വരുന്ന പരിഹാസ കമന്റുകൾക്ക് തൃഷയുടെ ആരാധകരും മൃഗസ്നേഹികളും മറുപടി നൽകുന്നുണ്ട്. അതേസമയം ടോവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റിയാണ് തൃഷയുടെ വരാനിരിക്കുന്ന ചിത്രം. തൃഷയുടെ ടോവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം അഖിൽ പോൾ അലസ് ഖാൻ കൂട്ടുകെട്ടിലാണ് ഒരുങ്ങുന്നത്. മന്ദിര ബേദി, അർച്ചന കവി, അജു വർഗീസ്, ഷമി തിലകൻ, അർജുൻ രാധാകൃഷ്ണൻ, വിശാഖ് നായർ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങൾ. ഹേയ് ജൂഡ് എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന തൃഷയുടെ മലയാള ചിത്രമാണിത്. അണിയറയിൽ ഒരുങ്ങുന്ന റാം എന്ന മലയാള സിനിമയിലും തൃഷയാണ് നായിക. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് തൃഷ ഇന്നുള്ളത്. തഗ് ലൈഫ്, വിടാമുയർച്ചി എന്നിവയാണ് നടിയുടെ റിലീസ് ചെയ്യാനുള്ള തമിഴ് ചിത്രങ്ങൾ. തഗ് ലൈഫിൽ കമൽഹാസനാണ് നായകൻ. വിടാമുയർച്ചിയിൽ അജിത്തും. മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാമുയർച്ചിയുടെ ആകർഷണം. പൊങ്കൽ റിലീസായി ജനുവരിയിലാണ് ചിത്രം തിയേറ്ററിലെത്തുക. ആരവ്, റെജീന കസാൻഡ്ര, നിഖിൽ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. മകിൾ തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. സൂര്യയുടെ പുതിയ സിനിമയിലും തൃഷയാണ് നായിക. തെലുങ്കിൽ ചിരഞ്ജീവി നായകനായി എത്തുന്ന വിശ്വംബരം എന്ന സിനിമയിലും തൃഷയാണ് നായിക. 2016 ശേഷം ഒരു വർഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന നടി പിന്നീട് 96 എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. പൊന്നിൻ സെൽവനിലെ വേഷവും നടിയുടെ കരിയറിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു. വിജയുടെ ലിയോ ആണ് തൃഷ നായികയായി എത്തിയ അവസാന ചിത്രം. ഈ വർഷം റിലീസ് ചെയ്ത വിജയ് ചിത്രം ഗോട്ടിൽ ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.